ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം വെണ്ണക്കണ്ണൻ ഭാഗം 1 ആദ്യത്തെ പാഠം വെണ്ണക്കണ്ണൻ നമുക്ക് വായിക്കാം. സ്നാനവും ചെയ്തു നീയാകമേ പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്കേതുമേ തരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൽ വെണ്ണതാൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണീര വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വേച്ചിടിനാൽ മറ്റ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വേച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുമ്പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെ അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലെ ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടേ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ. വൈകാത വെണ്ണമാ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താനന്നേരം വെണ്ണില ഓലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തുമ കൊണ്ടഞ്ചിതമകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയപ്പോൾ. അപ്പോൾ ഇത് കൃഷ്ണഗാഥയ്ക്കകത്തെ പാട്ടാണ്, പദ്യമാണ് അല്ലേ. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ് അല്ലേ. കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. അപ്പോൾ ചെറുശ്ശേരിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അറിയാൻ പറ്റുന്നത്? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475-നും 1575-നും ഇടയിലാണെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതിന് കൊല്ലവർഷം മലയാള വർഷമാണെങ്കിൽ 650-നും 700-നും മധ്യയാണ്. അപ്പോൾ ഉത്തര കേരളത്തിലെ കാനത്തൂർ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. കോലോത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു ആര്? ചെറുശ്ശേരി. രാജാവിൻ്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. അപ്പോൾ വെണ്ണക്കണ്ണൻ എന്ന് പറഞ്ഞ പാഠം എഴുതിയത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയുടെ കൃതിയുടെ പേരെന്താണ്? കൃഷ്ണഗാഥ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. താങ്ക് യു.